الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اهدنا الصراط المستقيم يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരന്മാരുടെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്. അദ്ദേഹത്തെ അല്ലാഹു എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ നിന്നുള്ള പാഠം
അല്ലെങ്കിൽ അവരിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ആ വിഷയമാണ് വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും പ്രവാചകനെയും സ്വഹാബത്തിനെയും അനുധാവനം ചെയ്ത് ജീവിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലത്ത് സോഷ്യൽ മീഡിയ ഏത് സമയത്തും എങ്ങനെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അപൂർവം മാത്രം കേൾക്കുന്ന നാമങ്ങളായി പോയി സ്വഹാബിമാരുടെ പേരുകൾ. ചില പണ്ഡിതന്മാർ 2 മണിക്കൂറും 4 മണിക്കൂറൊക്കെ തുടർച്ചയായി പ്രസംഗിക്കാറുണ്ട്. ദർഗകളിൽ നിന്നും ഉറൂസ് കേന്ദ്രങ്ങളിൽ നിന്നും അവിടെ അവർ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഉച്ചരിക്കുന്ന നാമങ്ങൾ, അവിടെ ആരാണോ മറവാടി കിടക്കുന്ന അവരുടെ പേരുകളും മഹാന്മാരിങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ലാതെ പ്രവാചകചര്യയെ പിന്തുടർന്ന് ജീവിച്ച മുഹാജിറുകളെ കുറിച്ചോ അൻസാറുകളെ കുറിച്ചോ ഇന്ന് വിസ്മരിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സഹോദരന്മാരെ സഹോദരിമാരെ സ്വഹാബിമാരെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഇല്ല എങ്കിൽ പരിശുദ്ധ ഇസ്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഈ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ അവർ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടോ ആ ത്യാഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈമാൻ നിലനിർത്തുവാനും അതുപോലെ തന്നെ നമ്മളെ പിന്തുടർന്നു വരുന്ന നമ്മുടെ മക്കൾക്കും ഒരു മോട്ടിവേഷനായി നമ്മൾ മാറുന്നതാണ്. ഓരോ സ്വഹാബിമാരുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാല് ഓരോരോ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പോലെയല്ല ഉമർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹുവിനെ പോലെയല്ല ത്വൽഹ റളിയല്ലാഹു അൻഹു. ഓരോരുത്തർക്കും ഓരോരുത്തരെ കഴിവ് ഏതേത് ഫീൽഡിലായിരുന്നു അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാക്കി. ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹാജിറുകളിൽ ശ്രേഷ്ഠനായിരുന്ന ഒരു സ്വഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്ന സമയം ആ സ്വഹാബിവരനെ വരവേറ്റത് ആ കാലഘട്ടത്തിലെ സ്വഹാബിവര്യന്മാരിൽ പ്രമുഖനായിരുന്ന അൻസാരിയായിരുന്ന സയ്യിദ് ഇബ്നു റബീഅ എന്ന സ്വഹാബിയായിരുന്നു. നമുക്കറിയാം സയ്യിദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ വീട്, എന്റെ സമ്പത്ത് എന്ത് വേണം അത് പകുതി തരാമെന്ന് പറഞ്ഞപ്പോൾ സഹാബി വര്യനായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ദുല്ലൂനി അലസ്സൂഖ്, എന്നെ നിങ്ങള് മാർക്കറ്റിലേക്കുള്ള ആ വഴിയൊന്ന് കാണിച്ചു തന്നാൽ. അപ്പൊ ഒരു സ്വഹാബി വര്യൻ മറ്റൊരു സ്വഹാബി വര്യനെ സഹായിക്കാൻ എങ്ങനെ? നമ്മളിപ്പോ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് തങ്ങാനൊരു ഇടം, പാർപ്പിടം, വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം. ഈ 3 കാര്യങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ സമ്പത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ദുല്ലൂനി ഫിസ്സൂഖ്, മാർക്കറ്റിലേക്കുള്ള ആ വഴിയൊന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം, ഒരു സ്വഹാബി വരെ മറ്റൊരു സ്വഹാബിയുടെ ജീവിതത്തിൽ എന്താണോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്
അതിന് നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്. നമ്മുടെ ചുറ്റുപാടുള്ള രീതികൾ വെച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അതോടൊപ്പം ആരോഗ്യമുള്ള ആളാണ് മറ്റ് വ്യക്തിയെങ്കിൽ എന്ത് ചെയ്യണം? ഈ സഹായങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നീ ചെയ്യാമെന്ന് പറഞ്ഞ സഹായങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു തന്ന ആരോഗ്യം എനിക്കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാമെന്നുള്ള മറുപടി കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ്. ഇതാണ് സ്വഹാബിമാരുടെ ഒരു മാർഗം. അവര് ചുറ്റുപാടുള്ള സഹോദരന്മാർ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിരുന്നു, അതറിഞ്ഞിരുന്ന് സഹായിച്ചിരുന്ന സ്വഹാബിമാരുടെ ഒരു ജീവിത രീതിയായി. സഹോദരന്മാരെ ഇങ്ങനെയുള്ള സ്വഭാവത്ത് അവരുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നോമ്പ് തുറക്കാൻ നിൽക്കും. നോമ്പ് തുറക്കുന്നതിന് ഉള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുവച്ചു. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നോമ്പ് തുറക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആയിക്കഴിഞ്ഞപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു ഭക്ഷണത്തിൽ നിന്നും. അപ്പൊ ചോദിച്ചു എന്താ? അപ്പോഴാണ് സഹാബി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനേക്കാൾ ഉത്തമനായിരുന്നു. ഷഹീദായ വിഷയങ്ങളൊക്കെ ഓർത്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതുപോലെ മറ്റൊരു അവസരത്തിൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു ഹംസ റളിയല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. മറ്റൊരു അവസരത്തിൽ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് കരയുന്നു. ആ സന്ദർഭത്തിന് തൊട്ടുമുമ്പ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തന്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ ക്ഷണിച്ചിട്ട് ദുഇയ ഇലൈന ഫഅതി ഖുബ്സുൻ വലഹ്മുൻ അലാ സഫത്തി കബീറ, ഒരു പാത്രത്തില് റൊട്ടിയും ലഹുമും ഇറച്ചി വിഭവങ്ങളൊക്കെ കൊണ്ടുവച്ചതിനു ശേഷം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു കരയുകയാണ്, കണ്ണുനീര് വരികയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദുഇയ ഇലൈന, ഞങ്ങൾ അദ്ദേഹത്തിലേക്ക് ക്ഷണിച്ചു, അത് ആ മഹാനവറുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇത് മുസ്ലിം സഹോദരന്മാർ പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് എന്തെങ്കിലും സമ്പത്ത് സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ തോന്നിയാൽ ഒരു ജന്മദിനത്തിന്റെ പേരിലോ ആരെങ്കിലും മരണപ്പെട്ടതിന്റെ ദിവസമോ അല്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹു ചെയ്തു കാട്ടിയ മാർഗ്ഗം എന്താ? ദുഇയ ഇലൈന ഫഅതി, ആ മഹാനവറുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് റൊട്ടിയും അതുപോലെ ഖുബ്സും അതുപോലെ തന്നെ ലഹുമും എല്ലാ വിഭവങ്ങളും വിളമ്പുന്നതിന് മുമ്പ് ആ മഹാൻ കരയുകയാണ്. ആ സമയത്ത് മഹാനവറുകളോട് ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് പറയണം മറുപടി, മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഷ്ബി നഫ്സഹു വഅഹ്ലഹു ഖുബ്സുൻ ശഈരിൽ ഖത്തു, ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബങ്ങളും ഉണ്ടല്ലോ, ഒരു ദിവസം പോലും വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വിഭവങ്ങൾ ഉണ്ടാക്കി ആ ഭക്ഷണ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ഇതേതെങ്കിലും ജന്മദിനത്തിന്റെ ദിവസമല്ല, ഇതേതെങ്കിലും ആരെങ്കിലും മരണപ്പെട്ട ദിവസത്തിന്റെ വാർഷികത്തിലുമല്ല, ആരുടെയെങ്കിലും മാലയോ മൗലൂദോ നടത്തിയ ദിവസങ്ങളുമല്ല. അല്ലാഹു കൊടുത്ത ധനമുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത് അനുഗ്രഹിച്ച ഭക്ഷണ വിഭവങ്ങളുണ്ടല്ലോ, അതൊരു ദിവസം നാട്ടിലെ ജനങ്ങളെ പാവങ്ങളെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊടുക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്തു പോയി? ഓർത്തുപോയി എന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹലുകാരും അതിന്റെ കുടുംബക്കാരും ഒരു ദിവസം പോലും വയറു നിറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞു. ആര്? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ മനസ്സിലാക്കും. സഹോദരന്മാരെ
ഇങ്ങനെയുള്ള ഈ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, സ്വഹാബിമാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. സ്വഭാവത്തിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുത്തത് എപ്പോഴാ? ആ മഹാനവർക്ക് അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് ഒരു ദിവസം ജനങ്ങളെ വീട്ടിൽ വരും, എന്റെ വീട്ടിലേക്ക് വരും, ഭക്ഷണം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഇവിടെയോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാൽ ചെറിയ മക്കളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചോദ്യമുണ്ടല്ലോ, ഇന്നവിടെ മൗലൂദ് ആയിരുന്നോ? അല്ലെങ്കിൽ അവർ ചിന്തിക്കും മരിച്ചതിന് 3-ാമത്തെ ദിവസമാണോ? അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നു മൈലാഞ്ചി ആയിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന ഒരു വിശ്വാസം പോലെയായി പോയി. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ? എന്താ സ്വഹാബിമാരുടെ മാർഗം കടന്നു വരുന്നില്ല. നമ്മുടെ ചെറിയ മക്കള് ചിന്തിക്കുന്നില്ല. അവർ 3 രീതി, 3 മാർഗങ്ങളാണ്. ഏത്? മാല, മൗലൂദോ, അല്ലെങ്കിൽ മൈലാഞ്ചി, അല്ലെങ്കിൽ മരണബുദ്ധി. ഇതല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും മുസ്ലിം വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൗഹീദിന്റെ വക്താക്കളെ, അല്ലാഹു ഹിദായത്ത് മനസ്സിലാക്കി തന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹമുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് വിരുദ്ധമായിട്ട് സ്വഹാബ റളിയല്ലാഹു കാട്ടിക്കൊടുത്ത മാർഗമുണ്ടല്ലോ. ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്. നമുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതാണ് സ്വഭാവത്തിന്റെ മാർഗം. അതിന് നമ്മൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇത് ഇല്ലാത്തത് കൊണ്ട് ഈ 3 രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ എവിടെ ഭക്ഷണം കഴിക്കണം, 3 ചോദ്യമാണ് ആൾക്കാർ ചോദിക്കും. സാധാരണ നാട്ടുകാർ ചോദിക്കുന്ന 3 ചോദ്യം. അവിടെ എന്താ ഭക്ഷണം? ആൾക്കാർ കൂടിയിരിക്കുന്നത് മൗലൂദാണോ? സ്വഭാവത്തിന്റെ മാർഗമാണോ? അല്ല. പിന്നെ മൈലാഞ്ചിയാണോ സ്വഭാവത്തിന്റെ മാർഗമല്ല? അല്ല. മൂന്നാമതെന്താ? മരിച്ചിട്ട് 3-ാമത്തെ ദിവസം കൊടുക്കുന്നത് സ്വഭാവത്തിന്റെ മാർഗമാണോ? അല്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സ്വഭാവിമാരെ പിന്തുടരുന്നുണ്ടോ? സ്വഭാവിമാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലുണ്ടോ? അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ സഹായിക്കാൻ തയ്യാറാകണം. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും മറ്റേത് രീതിയിൽ അത് സ്വഭാവത്തിന്റെ മാർഗമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, സഹോദരിമാരെ, വസ്സാബിഖൂന വൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിൽ ഇഹ്സാൻ എന്ന് പറയുന്ന ആയത്തിന് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു വ്യാഖ്യാനം കൊടുത്തു. ഈ വ്യാഖ്യാനം ഇസ്ലാമിന്റെ ശത്രുക്കളെ ചെറുതായിട്ടൊന്നുമല്ല ഭയപ്പെടുത്തിയത്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ, കേരളത്തിൽ മൊത്തം മശായിക്കുമാരെ പ്രസംഗിച്ചു നടക്കുന്നുണ്ടല്ലേ? യഥാർത്ഥത്തിൽ ഈ മശായിക്ക് എന്ന് പറയുന്ന ആൾക്കാർക്ക് പരിശുദ്ധ ഇസ്ലാമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അവരുടെ വാക്കിലേക്ക് സ്വഹാബിമാര് കടന്നു വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ചര്യ ഒന്നും കടന്നു വരികയില്ല. അവരിങ്ങനെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വസ്സാബിഖൂന വൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിൽ ഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും. മുഹാജിർ ആരാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സഹാബത്ത്. അൻസാരി എന്ന് പറഞ്ഞാൽ അവരെ എക്സ്പെക്ട് ചെയ്തവര്, അവരെ സ്വീകരിച്ച് മദീനയിൽ ഉണ്ടായിരുന്ന സഹാബിമാർ. അവരിൽ നിന്നും ആദ്യമായിട്ട് മുന്നോട്ട് വന്നവരും. വല്ലദീന തബഊഹും ബിൽ ഇഹ്സാൻ, അതുപോലെ തന്നെ നന്മകൾ ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വല്ലദീന തബഊഹും ബിൽ ഇഹ്സാൻ എന്ന ഭാഗത്ത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊടുത്ത വ്യാഖ്യാനം ഇസ്ലാമിന്റെ ശത്രുക്കളെയും ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, ഈ മലക്കുൽ മൗത്ത്, ഖബറിൽ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ, ഈ പൗരോഹിത്യത്തിന്റെ ആൾക്കാർ അവർ എത്രത്തോളം പരിഹസിക്കുന്നു, റൂഹ് പിടിക്കുന്ന സമയത്തെ പറ്റി എത്രത്തോളം പരിഹസിക്കുന്നു. ആരെന്നെ റൂഹ് പിടിക്കാൻ? നീ ആര് പറഞ്ഞു? അപ്പൊ മലക്കം എന്ന് പറഞ്ഞു അള്ളാഹു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടോ? ഇതേ ചോദ്യം ഒരു മുസ്ലിം അല്ലാത്ത അമുസ്ലിം ഒന്ന് ഒരു യുക്തിവാദിയെ പുറത്തുനിന്ന് ചോദിച്ചു നോക്കട്ടെ, മുസ്ലിങ്ങൾ എത്രത്തോളം ദേഷ്യമുണ്ടാവും?
നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. വെള്ളിയാഴ്ച സുബഹിക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന ആയത്തിൽ പറയുന്ന വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മലായികത്ത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വന്ന സമയത്ത് പരിഹസിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരാ? ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ സ്റ്റേജ് കെട്ടി ഏതെങ്കിലും ഗ്രൗണ്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. മുസ്ലിമായി ജനിച്ച് മുസ്ലിമായ ഉമ്മയുടെ ഉദരത്തിൽ പിറന്ന് പ്രബോധനം ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നോമ്പെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ജീവിക്കുന്ന മുസ്ലിം പൗരോഹിത്യം ചോദിക്കുന്നു. ആ മലായികത്ത് വന്ന് റൂഹ് പിടിക്കുന്ന വിഷയം വരും, മലക്കുൽ മൗത്ത് വരുന്ന സമയം അവഗണിക്കുന്നു, പരിഹസിക്കുന്നു. ആരാ എന്റെ അടുത്തേക്ക് വിട്ടത്? പ്രസംഗിക്കുക എന്ന സ്റ്റേജുകളിൽ നിന്ന്. നിങ്ങൾ സഹോദരന്മാരുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം ഇവർക്ക് ഇസ്ലാമിനായിട്ട് അല്ലെങ്കിൽ സ്വഭാവത്തിനായിട്ട് ബന്ധമുണ്ട്, എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കൂ. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ജനിക്കുന്നതിന് ഹിജറ 571-ലാണ്. ആമിർ സുലൈമി എന്ന് പറയുന്ന സ്വഹാബ വഫാത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ള അവസാനത്തെ സ്വഹാബി വഫാത്താവുന്നത് ഹിജറ 102-ലാണ്. ചിന്തിക്കണം, ഹിജറ 102-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടിട്ടുള്ള സ്വഹാബി വഫാത്താവുന്നത്. ഹിജറ 102 കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞ് ജനിച്ച വ്യക്തിയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ്. ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇങ്ങനെ മലക്കുൽ മൗത്തിനെ വെല്ലുവിളിച്ചിട്ടില്ല. അത് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള പൗരോഹിത്യം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് സ്വഭാവത്തിന്റെ മാർഗം ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്ത് 9-ാമത്തെ സൂറത്തിൽ 100-ാമത്തെ വചനത്തിൽ വല്ലദീന തബഊഹു ബിൽ ഇഹ്സാനി എന്ന് പറയുന്ന ആയത്തിന് ആ മഹാനവർ കൊടുക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫകുല്ലു മൻ കാന അലാ മിസ്ലി മാ കാന അലൈഹി സ്വഹാബ. ഈ അർത്ഥത്തിന് എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സഹോദരന്മാരെ, കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പൗരോഹിത്യത്തിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്നത് ഈ തലക്കെട്ട് കെട്ടിയ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ എന്തോ സ്നേഹമുള്ള പ്രവാചകനോട് സ്നേഹമുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. അല്ലെങ്കിൽ ഈ ആയത്തിന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ് വല്ലദീന തബഊഹും ബിൽ ഇഹ്സാനി, സൂതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരെന്ന് പറഞ്ഞാൽ ഫകുല്ലു മൻ കാന, അത് എല്ലാവരും അലാ മിസ്ലി മാ കാന അലൈഹി സ്വഹാബത്തുഹു, അവർക്കുണ്ടായിരുന്ന നിലപാടിൽ അലാ മിസ്ലി ദാലിക അലൈഹി സ്വഹാബ, സ്വഹാബിമാർക്കുണ്ടായിരുന്ന പോലെ. ആരെ പോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതേ നിലപാട് സ്വീകരിച്ച സ്വഹാബിമാരെ പോലെ ആയിരിക്കണം എല്ലാവരും. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിന് ഏതെങ്കിലും വ്യാഖ്യാനത്തിൽ തെറ്റു പറയാൻ പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവത്തിനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഫഹുവ മിനല്ലദീന തബഉഹും ബിൽ ഇഹ്സാൻ. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച സ്വഹാബിമാർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ ഫഹുവ, അവരാകുന്നു മിനല്ലദീന തബഉഹും ബിൽ ഇഹ്സാൻ, അവര് ഏറ്റവും നല്ല നിലപാടിൽ ജീവിച്ചവരാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ചവരാണ്. ഇവിടെ 3 രീതിയാണ് പറയുന്നത്. കാലഘട്ടമല്ല. ഇന്ന് കേരളത്തിലെ മശായിഖ് വാദം ശക്തി പ്രാപിച്ചിരിക്കെ അവര് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ശൈഖിനെ അംഗീകരിക്കണമെന്ന്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു കാലഘട്ടമല്ല, 3 കാര്യമാണ്. ഒന്ന് അഖീദ, ഒന്ന് പ്രവർത്തികൾ, 3 മൻഹജ്. അഖീദ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന്റെ അഖീദ വേണം, സ്വഭാവത്തിന്റെ പ്രവർത്തികൾ വേണം, സ്വഭാവത്തിന്റെ മൻഹജ് വേണം. ഇത് 3മാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. എവിടെ സഹോദരന്മാരെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് തെറ്റ്? പൗരോഹിത്യം പറയുന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന വ്യക്തി അത് വഹാബിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്.
ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു വല്ലദീന തബഉ ബിൽ ഇഹ്സാൻ എന്ന് പറയുന്ന മുൻപുമുള്ള ഇബ്നു കസീർ, ഖുർത്തുബി പോലെയുള്ള എല്ലാ തഫ്സീർ വെച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് നന്മയിൽ മുന്നേറാം, നമുക്ക് നന്മകൾ ചെയ്യാം ആരംഭ സഹാബത്തിനെ പോലെ. പക്ഷേ നിലപാട് നമ്മൾ എടുക്കുന്നതിലായിരിക്കും. സഹാബത്തിന്റെ നിലപാട് വേണം, അവരുടെ മാർഗം വേണം എന്ന് പറഞ്ഞാൽ എവിടെ തെറ്റ്? നിസ്കരിക്കാത്ത സിഎം ആ വ്യക്തി പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത്? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ കാലഘട്ടമല്ല, മുൻകാലത്തേക്ക് പോകണം, സഹാബത്തിന്റെ കാലഘട്ടത്തിലേക്ക് പോകണം. അവതാര സങ്കല്പമല്ല. അവതാര സങ്കല്പത്തിന്റെ പ്രത്യേകത എന്താ? അവതാര സങ്കല്പത്തിന്റെ പ്രത്യേകത കാലഘട്ടത്തിനനുസരിച്ച് നിലപാട് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വിശ്വാസത്തിന് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശത്തിലേക്ക് കൊണ്ടുവരും. അഥവാ ഏത്? അദ്വൈതവാദം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ത്യയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആൾക്കാര് എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം നശിച്ചു പോയെന്ന് നമ്മൾ പഠിക്കണം. ബൈബിള്, ഇഞ്ചീൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥം അത് പരിശുദ്ധമായിരുന്നു. അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് അവരെന്താ പഴച്ചുപോയത്. ഗ്രീക്ക് ഭാഷയിലാണ് ഏതൊക്കെ ട്രിനിറ്റിവാദമുള്ളത്. അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിയാക്കന്മാർ ഇവിടെ ജീവിച്ചപ്പോൾ ഇവിടുത്തെ സംസ്കാരം അവരുടെ ദീനിന്റെ ഭാഗമായിട്ട് കൂട്ടിയിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ വഹദത്ത് മാല എന്ന വ്യാഖ്യാനത്തിന് അവര് പാടുന്ന കാര്യങ്ങളില്ലേ. വഹദത്ത് മാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്. അതിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ എള്ളിൽ എണ്ണ പോൽ, കള്ളിൽ ലഹരി പോൽ, പാലിൽ എണ്ണ പോൽ തിന്നിലോ. ചിന്തിച്ചു നമ്മളെ ഹൈന്ദവ സഹോദരന്മാരും പാടുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസമാണ് എള്ളില്, അഥവാ നമ്മളെ കുറിക്കുന്ന എള്ളില്ലേ, അതിൽ എണ്ണ കാണുന്നുണ്ടോ? കള്ളിൽ ലഹരി പോൽ, മദ്യപാനത്തിൽ ലഹരി കാണുന്നുണ്ടോ? പാലിൽ വെണ്ണ പോൽ, പാലിൽ നമ്മൾ പഠിക്കുമ്പോൾ വെണ്ണ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ നിന്നിലും ഉള്ള റബ്ബിന്, നിന്നിലും റബ്ബുണ്ടെന്നാണ് വഹദത്തുമാല വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ തലക്കെട്ട് കെട്ടി നടക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആ വ്യക്തികൾ പറയുന്ന വഹദത്തുൽ മാലയിൽ പറയുന്ന നിന്നിലും റബ്ബുണ്ട്. ആ ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടിതേരെ കൊല്ലണ്ടടോ. നിന്നിൽ ഒളിച്ചിരിക്കുന്ന റബ്ബിനെ കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് പഠിപ്പിച്ച മാർഗമേ അല്ല. ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ വചനത്തിന് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന അർത്ഥം കൊടുത്തപ്പോൾ പിഴച്ചുപോയ പൗരോഹിത്യത്തിന്റെ ആൾക്കാര് നന്മയിലേക്ക് മുന്നേറുന്ന, തൗഹീദിലേക്ക് മുന്നേറുന്ന, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് മുന്നേറുന്ന യുവജനങ്ങളോട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താണോ? നിങ്ങൾക്ക് ഫാത്തിഹയുടെ അർത്ഥം ഫാത്തിഹ ഓതാൻ അറിയാമോ? തിരിച്ചു നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഫാത്തിഹയുടെ അർത്ഥം അറിയാമോ? ചോദിക്കുന്ന ഫാത്തിഹ ഓതാൻ അറിയാമോ? തന്നെയുമല്ല ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ വചനമുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ എല്ലാ ആൾക്കാരും, അഥവാ ഫാസിസ്റ്റ് ശക്തികളുടെ അടിമകളായിട്ടുള്ള എല്ലാ പൗരോഹിത്യത്തിന്റെ ആൾക്കാരും, അത് ഏത് സംഘടനയുടെ ആൾക്കാരായിരിക്കും, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന് ആ മഫ്ഊൽ അത് മുന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നഹ്വ് അനുസരിച്ച് ഒബ്ജക്റ്റിനെ മുന്തിക്കുമ്പോൾ അറബി അനുസരിച്ച് മാത്രം എന്നുള്ള അർത്ഥം വരും. ഏതെല്ലാം ദർസുകളിൽ ഗ്രന്ഥം ഓതി പഠിച്ച പൗരോഹിത്യത്തിന്റെ ആൾക്കാർ ഈ മാത്രം എന്നുള്ള അർത്ഥം മറച്ചു വെക്കുന്നു, ഒരു സമ്മതിക്കുന്നില്ല. നിങ്ങൾ അറബിയിലെ ഏത് ഗ്രന്ഥത്തില് അർത്ഥപ്പെടുത്തി നോക്കിക്കോ, അവിടെ ഹസ്ര വരുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ മഫ്ഊൽ ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മുന്തിക്കുമ്പോൾ മാത്രം എന്നുള്ള അർത്ഥം എല്ലാ അറബി തഫ്സീറിൽ വരുമ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഫാസിസ്റ്റ് ശക്തികളുടെ അടിമകൾ, യഹൂദികളുടെ പാത പിന്തുടർന്നവർ, ക്രിസ്ത്യാനികളെ പോലെ പിഴച്ചുപോയ ആൾക്കാര് ഇസ്ലാമിലേക്ക് വരുന്ന ശക്തമായിട്ട് ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വഭാവത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന സഹോദരന്മാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയാമോ എന്ന് ചോദിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ തലമുറയെ സ്വഭാവത്തിനായിട്ട് ബന്ധപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അത്രത്തോളം ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന രീതിയിലാണ് പൗരോഹിത്യം ചെയ്തികളിൽ നിന്ന് ഇസ്ലാമിന്റെ ഓരോരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഓരോരോ അധ്യാപനങ്ങൾ തമാശയാക്കാൻ കളിയാക്കി. സ്വഹാബ റളിയല്ലാഹു അൻഹും
അവരുടെ ചോദിച്ച് ഞാൻ മലക്കൂണെന്ന് പറഞ്ഞ ആ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിരുന്നു. അവർ ഭയപ്പെട്ടിരുന്നു. ഏറ്റവും നല്ല ഉത്തമരായിട്ടുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച, ഒരു തെറ്റുകളിലേക്കും പോകാതെ ജീവിച്ച കബറന്ന് കേൾക്കുമ്പോൾ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിരുന്നു. ഇന്നോ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഫാസിസ്റ്റ് ശക്തികളുടെ അടിമകളായിട്ടുള്ള പൗരോഹിത്യം ആ മലക്കുൽ മൗത്ത് വരുമ്പോൾ തമാശയെ കളിയാക്കുകയാണ്. എന്നിട്ട് മുസ്ലിം മുസ്ലിം എന്ന് പറയുക. സഹോദരന്മാരെ, നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ ജീവിതത്തില് സ്വഭാവത്തിന്റെ പേരുകൾ നമ്മൾ പഠിക്കണം, സ്വഭാവത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോൾ പുറത്തു നിന്ന് പിശാചി ഈ പൗരോഹിത്യത്തിന്റെ കൂടെ, കാരണം അവരൊരു വലാലത്തിൽ പോയ ആൾക്കാരാണ്. ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരുടെ കൂടെ പിശാചുണ്ട്. ആ പിശാചിന്റെ ശക്തികൾ എങ്ങനെയും നിങ്ങളെ ഹിദായത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ അല്ലാഹുവോട് അഭയം തേടിക്കൊണ്ട് സ്വഭാവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഈ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചവരുണ്ടാകാം, അതുപോലെ തന്നെ തൗഹീദ് മനസ്സിലാക്കിയതിനു ശേഷം വിവാഹം കഴിച്ചവരുണ്ടാകാം. പക്ഷേ ബാബുൽ അഖീഖ എന്ന് പറയുന്ന ബിനോജൽ അസ്ഖലാനി റഹിമഹുല്ലാഹിയുടെ ഫിഖ് ഗ്രന്ഥത്തിൽ, ബാബുൽ അഖീഖ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അഖീഖത്തിന്റെ വിഷയം ആദ്യമേ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അഖീഖ കൊടുത്ത വിഷയം ഇങ്ങനെ പറഞ്ഞു വരുന്ന ആ അവസാന ഹദീസിൽ സൗറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുല്ലു ഗുലാമിൻ മുർതഹുൻ ബി അഖീഖത്തി എന്ന് കാണാം. നമുക്ക് അല്ലാഹു അനുഗ്രഹമായി തന്നിട്ടുള്ള എല്ലാ മക്കളും അത് അഖീഖത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, അത് ബന്ധനത്തിലാണ്. ഇപ്പൊ സാധാരണ നമ്മള് ഈ വിഷയം വളരെ ശ്രദ്ധിക്കാതെ പോകുക. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ബാക്കി ഹദീസിൽ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. 7ാമത്തെ ദിവസമാകുമ്പോൾ പേരിടുന്നു, അതുപോലെ തന്നെ തലമുടി എടുക്കുന്നു, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അഖീഖത്ത് കൊടുക്കുന്ന കാര്യത്തില് പഴയ ആൾക്കാർ അല്ലെങ്കിൽ ഈ തൗഹീദിൽ വരുന്നതിന് മുമ്പ് അവിടെ മാലയും മൗലിദും നടത്തിയിട്ട് മുടിയെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ വിഷയത്തില് ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹമ്മദ് പറയുന്നത്, അൽ അഖീഖത്തു തുഫിക്കു റിഹാന സബി, അഖീഖ ചെയ്യുന്നതിലൂടെ കുഞ്ഞ് അതുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സത്തിൽ നിന്നും മോചിതനാവും. അപ്പൊ നമ്മൾ അഖീഖ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടോ അതുപോലെ മറ്റു കാര്യങ്ങൾ വസ്ത്രം കൊടുത്തിട്ടോ പാർപ്പിട സൗകര്യങ്ങൾ കൊടുത്തിട്ടോ ആഹാരം കൊടുത്തിട്ടോ ഒരു കാര്യമില്ല, ബന്ധനത്തിലാണ്. ഇത് നമ്മൾ ശരിക്കും വിഷയം പഠിക്കണം. കാരണം സാധാരണ 3 മക്കളും 4 മക്കളുമുള്ള ഈ സമസ്തയുടെ ആൾക്കാർ അവരുടെ ഈ വിഷയം അഖീഖത്തിന്റെ വിഷയം പറയുമ്പോൾ അവർ പറയും നമുക്കില്ല, നമുക്കത് കൊടുക്കാനുള്ള അവകാശമില്ല. അവർ ചിലപ്പോൾ സ്വർണ്ണമാല ധരിച്ചിരിക്കും, അതുപോലെ കമ്മലുകൾ ധരിച്ചിരിക്കും സ്വർണത്തിന്റെ. പക്ഷെ പറഞ്ഞ നമുക്ക് അനുവാദമില്ല, അത് കൊടുക്കാൻ നമുക്ക് സമ്പത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണക്കുറി അല്ലെങ്കിൽ വെഡിങ് കാർഡ് അടിക്കുന്നതിന് എത്ര രൂപ ചിലവാക്കുകയാണ്. കല്യാണം നടത്തുന്നതിന് വേണ്ടി വലിയ വലിയ ഹാളുകൾ ബുക്കാക്കുന്നു. അങ്ങനെ ഏത് മൈലാഞ്ചി നടത്തുന്ന എത്ര സമ്പത്ത് ചിലവഴിക്കുന്നു. അങ്ങനെ അല്ലാഹു അനുഗ്രഹിച്ചു കൊടുത്ത ഒരു മക്കൾ ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ നേതാവായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുണ്ടല്ലോ, ശക്തമായ സുന്നത്തുണ്ടല്ലോ, പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ ബന്ധനത്തിൽ നിന്ന് അല്ലാഹുവായിട്ടുള്ള കടമാണ്. നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കടമല്ല, ഏതെങ്കിലും ഷോപ്പിൽ കൊടുക്കാനുള്ള കടമല്ല. അല്ലാഹു തന്ന അനുഗ്രഹത്തിന് നീ നന്ദി ചെയ്തോ. അഖീഖ കൊടുക്കാതെയുള്ള സഹോദരന്മാരുണ്ട് എങ്കിൽ പൗരോഹിത്യത്തിന്റെ പാത വിട്ട് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വന്നപ്പോൾ
നിങ്ങൾ ഈ അറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് എത്ര വയസ്സായിക്കോട്ടെ, ഇതൊരു ഇൽമാണ്, ഇതൊരു അറിവാണ്. അല്ലാഹു എനിക്ക് അറിവില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ കുഞ്ഞിനെ 7ാമത്തെ ദിവസം ഞാൻ മാലകൾ നടത്തിയിട്ടുണ്ട്, മൗലൂദ് നടത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി കുത്തുമ നടത്തിയപ്പോൾ ഒരു പള്ളിയിൽ, തൗഹീദിന്റെ പള്ളിയിൽ എത്ര സഹോദരന്മാരാണ് അത് നടത്തി കൊടുത്തത്? കാരണം എന്താ? സ്വഹാബത്ത് കാട്ടിത്തന്ന മാർഗം വിട്ടിട്ട് ഇവിടെ ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിന് പോവുകയാണ്. ഏതെങ്കിലും പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദന്മാര് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ? എന്ന് പറഞ്ഞാല് ഒരു 15,000 രൂപ ഒരു ആണിന് വരുമെങ്കിൽ അവർക്കുള്ള തിരക്കയിലേക്ക് കൊടുക്കാൻ പറയുമോ? ആണ്. സ്വന്തം മക്കളുടെ കടം, അല്ലാഹുവായിട്ടുള്ള കടം തീർക്കുന്നില്ല. ബന്ധനത്തിലാണ് നമ്മുടെ മക്കൾ. അത് 18 വയസ്സായാലും 20 വയസ്സായാലും നമ്മുടെ മക്കള് ബന്ധനത്തിലാണ്. അല്ലാഹുവായിട്ടുള്ള കടം തീർത്തിട്ടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെയുള്ള അമലുകൾ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെയുള്ള വിശ്വാസം സഹാബത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് മങ്കജ് സലഫി എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ശൈഖന്മാര് പറയുന്നതാണ് ദീൻ എന്ന് നമ്മൾ പറഞ്ഞു നടന്നാൽ നമ്മളെ പിന്തുടരാൻ, അല്ലെങ്കിൽ നമുക്ക് പിന്തുണ തരാൻ ഈ രാജ്യത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നഷ്ടപ്പെടുന്നത് പരലോകമായി. നമ്മൾ ജീവിക്കുന്ന സ്വഭാവത്ത് ജീവിച്ചത് എങ്ങനെയായിരുന്നു? അവര് ജീവിച്ചത് അവരൊരു മത്സരമായിരുന്നു. എങ്ങനെയുള്ള മത്സരം? സാബിക്കോ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും. അവർ മത്സരിച്ചിരുന്നു. മഗ്ഫിറത്ത് എവിടെ നിന്ന്? മിർ റബ്ബിക്കും, നിന്റെ റബ്ബിനുള്ള, നിന്റെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി മത്സരിച്ചിരുന്നവരായിരുന്നു സ്വഹാബത്ത്. അങ്ങനെ നമ്മൾ മത്സരിക്കണം. നമ്മൾ മത്സരിക്കേണ്ടത് എങ്ങോട്ടാ? സ്വഹാബിമാര് മത്സരിച്ചതുപോലെ മഗ്ഫിറത്തിലേക്ക്, വരാൻ പോകുന്ന ലോകത്തേക്ക് വേണ്ടി മത്സരിക്കണം. ആ മത്സരത്തിൽ എന്തില്ല? ആ മത്സരത്തില് ഇവിടെ ജനങ്ങളെ കാണിക്കുന്ന ഒരു വിഷയങ്ങളുമില്ല. ആ മത്സരത്തില് എല്ലാം നമ്മുടെ നിയ്യത്ത്, ഇഖ്ലാസ് അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് സ്വഹാബത്തിനെ പറ്റി നമ്മൾ പഠിക്കുക, സ്വഹാബ കാട്ടിത്തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിശാചിന്റെ വലയത്തിൽ പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ തലക്കെട്ടുകാരായിട്ടുള്ള മുസ്ലിയാക്കന്മാര് പല ചോദ്യങ്ങളും ചോദിച്ചു നിങ്ങളെ ഹിദായത്തിൽ നിന്ന് വേർതിരിക്കാൻ വരും, നിങ്ങളുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കാൻ വരും. കാരണം അതിലൊന്നും നമ്മൾ അടിമപ്പെടാതെ സ്വഭാവത്തിന്റെ മാർഗം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവരും അറിഞ്ഞതാണ് ഒരു ഉമ്മയുടെ 4 മക്കള് ഒരേപോലെ ആക്സിഡന്റിൽ മരണപ്പെട്ടതിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ പറ്റിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു 4 മക്കൾ മരണപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ എഴുതിയ കമന്റാണ് ഈ ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളെ എത്രത്തോളം നബിയെ സ്വഹാബത്തിനെ വെറുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഒരു കുഞ്ഞു മരിച്ചപ്പോൾ, 4 മക്കൾ മരിച്ചപ്പോൾ ഒരു ക്രൈസ്തവനായി വാഞ്ചിരിക്കേണ്ട വ്യക്തി പറയാണ്, പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചത് കൂട്ടിയതല്ലേ, പോയെങ്കിൽ എന്നെ അടുത്തതുണ്ടാക്കാമല്ലോ. നിങ്ങൾ ചിന്തിക്കണം. ഇത്രയും മനുഷ്യൻ അതപ്പതിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഒരു ക്രൈസ്തവ അതെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇഞ്ചീലല്ല. ഇഞ്ചീൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മനുഷ്യർ എഴുതിയുണ്ടാക്കിയിരിക്കുന്ന ബൈബിൾ അനുസരിച്ച് ജീവിച്ചാൽ ഇതും അതിന്റെ അപ്പുറവും പറയും. അപ്പോൾ അത്രത്തോളം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വലയത്തിൽ കിടക്കുകയാണ് മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആൾക്കാർ. അവര് കൊണ്ടുവന്ന ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആ വർഷം വരുമ്പോൾ കൊടുക്കാനുള്ളതല്ല നമ്മുടെ അക്കീഖത്ത്. അത് നമ്മള് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ, പന്നി പ്രസവിക്കുന്നത് പോലെ അങ്ങനെയുള്ളതല്ല മക്കൾ എന്ന് പറയുന്നത്. മക്കള് 4 ആയിക്കോട്ടെ 5 ആയിക്കോട്ടെ. നിങ്ങളുടെ റഷ്യയില് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി എന്തെല്ലാം ആധുനിക രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഒരു കുഞ്ഞെ വിഭാഗം വെച്ചിട്ട് ജനിക്കുന്നില്ല. അത്രയും അത്ഭുതകരമാണ് ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാവുന്ന മക്കളെ പറ്റി ഈ പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ബർത്ത്ഡേ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ട് അത് പുണ്യകർമ്മമായി നടത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ അല്ലാഹുവോട് ശരണം തരണം. ഇതുപോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا الا للذين امنوا
ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين